ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ അതായത് സെപ്റ്റംബർ 23-നാണ് സൗദി നാഷണൽ ഡേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുവാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെയുള്ള ഒരു ബീച്ചിൽ വെച്ചിട്ടാണ് കുറേ പ്രോഗ്രാമുകളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഞങ്ങളും ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-5:30 ആകുമ്പോഴത്തേക്കാണ് നമ്മളവിടെ എത്തിയത്. അതുപോലെ ഞങ്ങൾ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലുള്ളവർക്ക് അവിടെ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുള്ളൊരു ബീച്ചിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തിയത്. അപ്പോൾ നമുക്ക് അവിടെ പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു വൈകുന്നേരം 4 മണി മുതൽ കാമണിക്കൂർ വെച്ചിട്ട് ബസ്സുണ്ട് അവിടെ കൊണ്ടുവിടാനായിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാലും രാത്രി 8 മണി മുതൽ ഏകദേശം ഒരു 10-11 മണി വരെ ബസ് തിരിച്ച് ഇങ്ങോട്ടേക്കും കൊണ്ടുവിടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5:30 ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്യാമൽ പരേഡ്, അതുപോലെ ഫ്ലൈ ബോട്ട് ഷോ, പിന്നെ ഇവരുടെ ട്രഡീഷണൽ പെർഫോമൻസ്, അങ്ങനെയുള്ള കുറേ പരിപാടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പരിപാടിയൊക്കെ. ആദ്യം തന്നെ അവരുടെ നാഷണൽ ആന്തം ഉണ്ടായിരുന്നു, പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസും അങ്ങനത്തെ ആയിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉള്ളത് കുറേ ഫുഡ് കോർട്ടും അതുപോലെ സ്റ്റാളുകളുമാണ്. ഇത് ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ സ്റ്റാളാണ്. അവിടെ മറ്റേ ഷോളുകൾ, ഫ്ലാഗ്, നാഷണൽ ഡേക്ക് ഇടാനും അതുപോലെ എന്താ പറയുക വാങ്ങിക്കാനൊക്കെ പറ്റിയ ചെറിയ ചെറിയ സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഫ്ലൈ ബോട്ട് ഷോ നടത്തുന്നത്. പിന്നെ അതുപോലെ ഇവിടെ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ട് കാണാം. ഈ നിലത്ത് ഇട്ടിരിക്കുന്ന ഇതൊക്കെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ ഇരിക്കാം. പിന്നെ ഫാമിലി ആയിട്ട് വന്നും എല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് പ്രോഗ്രാമുകൾ കാണാം. അതുപോലെ ഈ പാർക്കിൻ്റെ തന്നെ ഈ ബീച്ചിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെയും കുറേ സോഫയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയും ഫുൾ ആൾക്കാരാണ്. അവരൊക്കെ എന്താ പറയുക, നേരത്തെ വന്ന് എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുള്ള എല്ലാ സെറ്റിയും നിറച്ചും ആൾക്കാരാണ്. ഈ ചെറിയ ചെറിയ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ഡ്രിങ്ക്സും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഫുഡ് കോർട്ടാണത്. സ്റ്റേജിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ കുറേ VIP ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതാരാന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ആൾക്കാരൊക്കെ ഇരിക്കുന്നത് പ്രോഗ്രാം കാണാനായിട്ട്. മൊത്തം നിറഞ്ഞിട്ടാണുള്ളത്. അവിടെയുള്ള എല്ലാ സോഫയും നിറഞ്ഞിട്ടാണുള്ളത് ഇപ്പോൾ. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ പെർഫോമൻസ്. പക്ഷേ ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ അപ്പോൾ സൺസെറ്റൊക്കെ ആയി. സൺസെറ്റ് ആയെങ്കിലും വലിയൊരു ഇരുട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ വിശന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി. പിന്നെ ഇവിടെയുള്ള മിക്ക ഫുഡ് കോർട്ടുകളും യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള റെസ്റ്റോറൻറ്റുകളുടെ ഫുഡ് കോർട്ടാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ ഷവർമയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോഴേക്കും സ്റ്റേജിൽ നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ നാഷണൽ ആന്തം. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഫ്ലൈ ബോട്ട് ഷോ കാണാനാണ്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് നടക്കുന്നത്. ഈ കാണുന്നതാണ് ഫ്ലൈ ബോട്ട് ഷോ. അടിപൊളി ഷോ ആയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കൂട്ടത്തിൽ എല്ലാ പ്രോഗ്രാമിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായിരുന്നു ഇത്. ഞങ്ങളിത് മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു 2-3 തവണ തന്നെ ഉണ്ടായിരുന്നു. ഓരോരിക്കായിട്ട് 2-3 തവണ കാണിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെയുള്ളതായിരുന്നു ക്യാമൽ പരേഡ്. ക്യാമൽ പരേഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം വലിയൊരു ഇതൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് കുറച്ച് ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരനിരയായിട്ട് നടത്തിച്ചു, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കൊള്ളായിരുന്നു. ആ പരേഡ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഒട്ടകങ്ങളെയൊക്കെ പുറത്തിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ പുറത്തോട്ട് വരുന്ന സമയത്ത് കണ്ടതാണിത്. ഇവിടെ നിറച്ച് നല്ല ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയുള്ള ഫുഡ് കോർട്ടിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.